അല്ല. അതുകൊണ്ടാണ് എല്ലാവരും ഡിഫറൻ്റ് ആയിട്ട് വരണത്. ഒന്നൊന്നിനോട് ചേരാതിരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരുടെ DNA ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ മൊത്തം DNA അല്ലേ എൻ്റെ കുട്ടിക്ക് വരേണ്ടത്. എൻ്റെ കുട്ടിയുടെ DNA നമ്മളെ കണ്ടിന്യൂസ് എല്ലാവർക്കും ഒരേ DNA ആയിരിക്കണ്ടേ. ഇവിടെ ഏതെങ്കിലും DNA ഒന്നിനൊന്ന് ചേർന്ന് വരണുണ്ടോ? ഒന്നൊന്നിനോട് ചേരുമ്പോൾ മറ്റൊന്നായിട്ട് മാറുകയാണ്. RBR, റീബർത്ത് റിട്ടേൺ. അതാണ് ഒന്നൊന്നിലോട്ട് ചേർന്നിട്ട് മറ്റൊന്നായിട്ട് മാറിപ്പോവും. അതാണ് RBR, അവതാർ. അങ്ങനെ കൃത്യമായിട്ടും മനസ്സിലാക്കാത്ത, എഡ്യൂക്കേഷൻ കൊണ്ടൊരു ഗുണവും ഇല്ലാത്ത, ഇപ്പോഴും മതത്തിൽ എന്തോ പറഞ്ഞും മന്ത്രങ്ങൾ പറഞ്ഞും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ദൈവത്തിന് എന്തെങ്കിലും അർപ്പിച്ച് കൈക്കൂലി വാങ്ങിച്ച്, ദൈവത്തിന് കൈക്കൂലി എടുത്ത് അനുഗ്രഹം വാങ്ങിച്ച് സമ്പത്തുണ്ടാക്കി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു ജനതയ്ക്ക് എന്ത് മനസ്സിലാവാനാണ്? അതല്ല അവതാർ. ഞാൻ പ്രേക്ഷകർക്ക് വീണ്ടും പറയണതാണ്, അതല്ല അവതാർ. വ്യക്തമായിട്ട് മനസ്സിലാക്കും നിങ്ങൾ. എന്നിട്ട് ഞാനിതൊക്കെ പറയുന്ന പറഞ്ഞാൽ ഇത് നമ്മുടെ ഹൈന്ദവ പുനർജന്മത്തെ കുറിച്ച് ഇതിനകത്ത് നന്നായിട്ട് ഞാൻ ഇതിൽ കൂടി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സിനിമയായിട്ടില്ല, നിങ്ങൾ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഡീസന്റും മനസ്സിലാക്കാനും പഠിക്കാനുള്ള പടമാണ്. ഇനി ഈ സിനിമയൊക്കെ ഭാരതത്തിലെ മിനിമം ഇന്ത്യയിലെങ്കിൽ അത്രേ പറയണുള്ളൂ, ഭാരതത്തിൽ എല്ലാ സ്കൂളിലും ഇതിന്റെ മേക്കിംഗ് പഠിപ്പിക്കണം, പുനർസൃഷ്ടി പഠിക്കണം. പുനർസൃഷ്ടി പഠിക്കുമ്പോഴത്തേക്ക് സയൻസ് പഠിക്കും. സയൻസ് പഠിക്കുമ്പോൾ നമ്മളെല്ലാം ഒരു പ്രൊഡക്ടിവിറ്റി ആവും, നമ്മളൊരു മേക്ക് ചെയ്യാൻ പഠിക്കും. പലതിൻ്റെ കീഴിൽ ഓലിക്കിരിക്കുകയല്ല ചെയ്യേണ്ടത്. പുതിയത് ഉണ്ടാക്കാൻ പഠിക്കും. പുതിയത് ഉണ്ടാക്കാൻ പഠിക്കണമെങ്കിൽ എന്ത് പഠിക്കണം? ചിന്തിക്കണം, പുനർസൃഷ്ടി പഠിക്കണം, ഒരാറ്റം എങ്ങനെ വിഘടിക്കണം എന്ന് പഠിക്കണം, ഒന്നിനോട് ചേരുമ്പോൾ അടുത്തെങ്ങനെ മറ്റൊരു DNA ആവണമെന്ന് പഠിക്കണം, എങ്ങനെ ലാബുകളിൽ റിസർച്ച് നടക്കണമെന്ന് പഠിക്കണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാം പോണത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കാൻ പഠിക്കും, മേക്ക് ചെയ്യാൻ പഠിക്കും. ഈ സിനിമ എല്ലാ അവതാർ 1, 2, 3 ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കണം, എല്ലാ കോളേജുകളിലും പഠിപ്പിക്കണം. എല്ലായിടത്തും ഇതിൻ്റെ ഒരു എന്ത് പറയണത് കൃത്യമായ രീതിയിൽ എല്ലാ മെഡിക്കൽ സയൻസ് ലാബുകളിലും എല്ലായിടത്തും എന്താണ് ആ റീബർത്ത്, എന്താണ് ഓരോന്നിൻ്റെയും റിട്ടേൺ ലെവല്. ഇനി ആത്മാവിനെ ഇതുവരെ കണ്ടെത്താത്ത സാധനം ഇനി പിടിക്കാൻ പറ്റുമെങ്കിൽ അത് പിടിക്കുണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ നോക്കൂ. അവിടെ സയൻസ് എപ്പോഴും പുതുമയെ ഒന്ന് കണ്ടെത്തുമ്പോൾ അടുത്തത് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അതിന് അടിസ്ഥാനമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇതിൽ അടിസ്ഥാനമുണ്ട് പലയിടത്തും. ഇതിൽ പറയുന്ന 80-90% കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കും. ഇത് ഇങ്ങനെ ആക്കിയെടുക്കണമെന്നാണ് ഞാൻ ഭാരതത്തിലുള്ള എല്ലാവരിടത്തും പറയണത്. അങ്ങനെ കുട്ടികൾ ഇത് പഠിക്കട്ടെ. കുട്ടികൾ